ഹലോ ഗായ്സ്, അപ്പം ഇന്ന് സൺഡേ ആണ്. ഇന്ന് കുഞ്ഞൂസും ഏട്ടനൊക്കെ വീട്ടിലുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു സ്പെഷ്യലായിട്ടൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ സാമ്പാർ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആ ഒരു സ്പെഷ്യൽ സാമ്പാർ കണ്ടാലോ? അപ്പോൾ വാ, എല്ലാവരും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ സാമ്പാറിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ സാമ്പാറിന് വെണ്ടയ്ക്ക ആവശ്യമാണ്, അതുപോലെ തന്നെ മുരിങ്ങാക്കോൽ ആവശ്യമാണ്, അതുപോലെ തന്നെ തക്കാളി, അതുപോലെ പൊട്ടറ്റോ, അതുപോലെ തന്നെ മത്തൻ, അതുപോലെ തന്നെ ക്യാരറ്റ്, അതുപോലെ തന്നെ പൊട്ടറ്റോ, അതുപോലെ തന്നെ വാഴയ്ക്ക, അതുപോലെ കോവയ്ക്ക, പച്ചമുളക്, ചെറിയുള്ളി, പിന്നെ കുറച്ച് സവോള അരിഞ്ഞത്, ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് ഒരു 2 കറിവേപ്പിലയും കൂടെ നമുക്ക് ഈ ഒരു സാമ്പാറിന് ആവശ്യമാണേ. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പ്. ഞാൻ ഈ ഒരു പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓൾറെഡി വന്നിട്ട് കഴുകി എടുത്ത് വെച്ച പരിപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സാമ്പാർ വെക്കുമ്പം സാമ്പാറിൻ്റെ കഷ്ണം ആയിക്കോട്ടെ, പരിപ്പായിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാൻ ഇത്രയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് വേണ്ടത് പുളിയാണ് കേട്ടോ. വാളംപുളിയാണ്. ഇത് ഞാൻ ഓൾറെഡി നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ച വാളംപുളിയാണ്. ഇനി ഇതാണ് അടുത്തത്. പിന്നെ അടുത്തത് നമുക്കിനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടികളാണ് കേട്ടോ. ഇത് മല്ലിപ്പൊടി, മുളക് പൊടിയാണ്. ഇത് ഓൾറെഡി ഞാൻ വറുത്ത് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരിത്തിരി സാമ്പാർ പൊടിയും, അതേപോലെ തന്നെ ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അടുത്തത് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് കായപ്പൊടി, ഞാൻ ഇത്തിരി കായ ഇടുന്നുണ്ട്, കായപ്പൊടി ആവശ്യമാണ്. അതുപോലെ തന്നെ നെയ്യ്, ഞാൻ പറഞ്ഞല്ലോ സ്പെഷ്യലാണ് സാമ്പാറിന്, അപ്പോൾ നെയ്യ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ, പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ കൂടി ഞാൻ നമ്മുടെ സാമ്പാറിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം കൊണ്ട് നമുക്കിനി സാമ്പാർ വെക്കാം. ഇനി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല അടി കട്ടിയുള്ളൊരു കുക്കർ തന്നെ എടുക്കുക കേട്ടോ. ഇനി ഈ കുക്കറിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ആദ്യമായിട്ട് എന്താണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിതിലേക്ക് കറിവേപ്പില, 2 തുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ പരിപ്പ്, ഓൾറെഡി കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വന്നിട്ട് നമ്മുടെ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം, അതേപോലെ തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ പൊട്ടറ്റോ, പിന്നെ മത്തൻ, അതുപോലെ തന്നെ നമ്മുടെ കോവയ്ക്ക, ആവശ്യമുള്ള പച്ചമുളക്, അതുപോലെ തന്നെ വാഴയ്ക്ക, അതുപോലെ തക്കാളി, പിന്നെ നമ്മളുടെ ചെറിയുള്ളിയും ചെറിയ സവോളയും കൂടി അരിഞ്ഞു വെച്ചിരിക്കും, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ സാമ്പാർ വേണ്ടത് അതിനനുസരിച്ച് സാമ്പാർ പൊടി, പിന്നെ ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കായപ്പൊടി കേട്ടോ. ചിലർക്ക് കായ ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷേ കായം സാമ്പാറിൽ മസ്റ്റാണ്. ഞാൻ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതാണ് ഈ സാമ്പാറിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത്. 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു കണക്ക് വെച്ചങ്ങ് ഒഴിച്ചെന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ്. പ്യുവർ വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എത്രയാണോ സാമ്പാറിന് വെള്ളം ആവശ്യം അത്രയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കുക്കറിലാണ്, ഇവിടെ ഈ ഒരു ഇൻഡക്ഷനിലാണ് ഞാനിത് സാമ്പാർ വേവിക്കാൻ പോകുന്നത്. ഈ ഒരു ഇൻഡക്ഷനെ കുറിച്ച് പറഞ്ഞാൽ ഇത് പ്രമോഷനൊന്നുമല്ല കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഇൻഡക്ഷൻ കുക്കറാണ് ഇത്. വി-ഗാർഡിൻ്റെ ഇൻഡക്ഷൻ കുക്കറാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ തരം പാത്രങ്ങളും നമുക്ക് വെക്കാം. അതുപോലെ തന്നെ മൺചട്ടികളൊക്കെ നമുക്ക് വെക്കാം. അതുപോലെ തന്നെ ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പാത്രങ്ങൾ ആപ്റ്റ് ആവത്തില്ല, പക്ഷേ ഇതിന് എല്ലാ പാത്രങ്ങളും ആപ്റ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. ഇതുകൊണ്ട് ഞാനിതിപ്പം കുക്കർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ നിങ്ങൾ അവിടെ ചൂട് വരുന്നത് കണ്ടോ, റെഡ് കളറായിട്ട് വരുന്നത് കണ്ടോ. അവിടെ നമ്മൾ വന്നിട്ട് ഗ്രില്ല്
ചെയ്യാനുള്ള ആവശ്യമായുള്ള കാര്യങ്ങൾ വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ആയിക്കോട്ടെ മീനൊക്കെ ആയിക്കോട്ടെ ഇതുണ്ട് ഈ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ചിക്കനോ മീനോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഗ്രില്ല് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു കുക്കറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളുടെ സാമ്പാർ വേവട്ടെ, ഒരു 2-3 വിസിൽ അടിക്കട്ടെ. ഞാനൊരു 3 വിസിൽ അടിക്കുന്നുണ്ട്, കാരണം അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തടിയണം. കാരണം ഇവിടെ കുറച്ച് ആൾക്കാർക്ക് കഷ്ണങ്ങൾ തിന്നാൻ കുറച്ച് മടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തടിയട്ടെ. അപ്പോൾ നമുക്ക് ഈ സാമ്പാറൊന്ന് വേഗം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാ നമ്മുടെ സാമ്പാർ വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മളുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തിരി സാമ്പാർ പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നേരത്തെ ഇട്ടിട്ടുണ്ട്, അതിനനുസരിച്ച്. പിന്നെ നേരത്തെ നമ്മൾ എടുത്തു വെച്ച വാളംപുളി നമ്മൾ നന്നായിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് തിരുമ്മിയതിന് ശേഷം നമ്മൾ ആവശ്യമായിട്ടുള്ള വാളംപുളി നമ്മൾ വെള്ളം മാത്രം നമ്മൾ നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, ഈ സമയത്ത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങാക്കോലും വെണ്ടയ്ക്കയും കൂടെ ഇടാൻ മറന്നു പോകരുത് കേട്ടോ. അതും കൂടി ഇട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനേ. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി മുരിങ്ങാക്കോലും വെണ്ടയ്ക്കൊക്കെ നേരത്തെ ഞാൻ കുക്ക് ചെയ്ത് വെച്ചത്, സാമ്പാർ പൊടിയും കുറച്ച് നെയ്യും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കുക്ക് ചെയ്ത് വെച്ചത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് പതുക്കെ മിക്സ് ചെയ്യുക. പിന്നെ ആവശ്യമായുള്ള സാമ്പാറിന് ആവശ്യമായുള്ള ഇത്തിരി വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഗൈസ് ഇനി കുറച്ച് നമുക്ക് ഉപ്പും കൂടി ഉണ്ടോ നോക്കാം കേട്ടോ. അപ്പം കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപ്പിടാം. അപ്പോൾ എനിക്കൊരു ഇത്തിരി ഉപ്പ് കുറവ് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു ഇത്തിരി ഉപ്പ് കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ സാമ്പാറൊക്കെ നല്ല തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും നല്ല ഉച്ച സമയമായതുകൊണ്ട് ചോറ് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിക്കാം കേട്ടോ. അപ്പം നമുക്ക് സാമ്പാറിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ചീനച്ചട്ടി നമ്മുടെ ഇൻഡക്ഷനിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു ഇത്തിരി നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നെയ്യൊക്കെ ഞാനിതുപോലെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആവശ്യമായിട്ട് സ്പൂൺ എടുത്ത് കറക്റ്റായിട്ട് എടുത്ത് ഒഴിച്ചൊക്കെ കൊടുക്കുക കേട്ടോ. ഇനി ഈ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ചൂടായിട്ട് വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് നമ്മുടെ കടുക് നമ്മൾ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കടുക് അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായിട്ടൊന്ന് പൊട്ടട്ടെ. നന്നായിട്ട് കടുക് ചൂടായി പൊട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇതിലേക്ക് നമ്മൾ വന്നിട്ട് കുറച്ച് ഉഴുന്ന് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉഴുന്നൊരു നല്ല ഒരു ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമ്മളിതിലേക്ക് ബാക്കി കാര്യങ്ങൾ, അതായത് നമ്മളുടെ വറ്റൽ മുളക് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ വറ്റൽമുളക് ഏകദേശം ഒന്ന് സെറ്റായിട്ട് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ചെറിയുള്ളിയും കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ചെറിയുള്ളിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അതായത് നമ്മുടെ ചെറിയുള്ളി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചെറിയുള്ളി ബ്രൗൺ കളറായി വരുമ്പം ഒരു ഇത്തിരി സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് നമ്മൾ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ സമയത്ത് നമ്മുടെ തീ നന്നായിട്ട് ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഓഫിലോ ആയിരിക്കണം. ഇതിൽ ഓഫ് ചെയ്താണ് ഞാൻ ചെയ്യാറുള്ളത്, കാരണം ചൂടുണ്ടാവും ഓഫ് ചെയ്ത് കഴിഞ്ഞാലും. അവിടെ ഹോട്ടൊന്ന് കാണിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പം നമ്മളുടെ സാമ്പാറിലേക്ക് ഇനി ഈ ഒരു താളിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ഉച്ചയായതുകൊണ്ട് വിശപ്പ് ഒരിത്തിരി കൂടുതലും കൂടി ആയിരിക്കും ഗൈസ്. അപ്പം നന്നായിട്ട് ആ താളിച്ചെല്ലാം നന്നായിട്ട് ചീനച്ചട്ടിയിലുള്ളതെല്ലാം ഞാൻ കൃത്യമായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി സെറ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സാമ്പാറിലേക്ക് ഒരു ഇത്തിരി മല്ലിയില കൂടെ വിതറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി പൂർത്തിയായി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ സാമ്പാർ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ടാറ്റാ ബൈ ബൈ. ഓക്കെ.